എല്ലാവർക്കും നമസ്കാരം. 2024 മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരിയെന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. കുംഭക്കൂർ ജനിച്ചവരുടെ മാർച്ച് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപതിയായ ശനി കുംഭത്തിൽ സഞ്ചരിക്കുന്നത് മൂലം വലിയ രീതിയിൽ ദോഷഫലങ്ങൾ ഉണ്ടാവുകയില്ലെങ്കിലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറച്ച് തടസ്സവും താമസവും ഒക്കെ ഉണ്ടാകും. 7-ാം തീയതി വരെ ശുക്രനും 15-ാം തീയതി വരെ ചൊവ്വയും ചിലവുകളെ സൂചിപ്പിക്കുന്ന 12-ൽ സഞ്ചരിക്കുന്നതിനാൽ ചിലവുകൾ അധികരിക്കും. ശുക്രനും ചൊവ്വയും കുംഭരാശിയിലേക്ക് മാറുന്നതോടെ ചിലവുകൾ കുറഞ്ഞ് വരുമാനം അധികരിക്കുന്നതാണ്. ബുധൻ 7-ാം തീയതി മുതൽ തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിച്ചാൽ മാത്രമേ പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. 14-ാം തീയതി സൂര്യൻ മാറുന്നതോടെ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. ഈ മാസം 25, 26 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം കുറച്ച് അനുകൂല ഫലങ്ങൾ കുംഭക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുംഭക്കൂർ ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മീനക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.